മേയറെ അറിയില്ലേ, ട്രവാൻഡ്രം മേയറെ അറിയില്ലേ, ആര്യയെ അറിയില്ലേ, ധീരസഖാത്തിയെ അറിയില്ലേ. തിരുവനന്തപുരത്തുള്ള മൊത്തം ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഇപ്പോൾ സംഘഗാനമായിട്ട് ആലപിക്കുന്നതാണ് ഞാനീ പാടിയത്. നമ്മുടെ തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവിനെയും വഴിയിൽ വെച്ച് കണ്ടിട്ട് KSRTCയിൽ ഒരു എംപാനൽ ഡ്രൈവർക്ക് മനസ്സിലായില്ല. അയാൾ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ വണ്ടിക്ക് വട്ടം വച്ച് നീ ആരടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത്. ഈ ആക്ഷൻ കണ്ട വഴിക്ക് ആര്യയ്ക്ക് സ്ത്രീത്വം മുറിപ്പെട്ടു. അതേ തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി. അതിനിടയ്ക്ക് സച്ചിൻ ദേവ് ഈ KSRTC ബസ്സിൽ വലിഞ്ഞു കയറുകയും ഡ്രൈവറിനോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അയാൾ താഴെ ഇറങ്ങിയില്ല, ധിക്കാരമായിട്ട് സീറ്റിൽ തന്നെ ഉറച്ചിരുന്നു. അപ്പോഴത്തേക്കും പോലീസ് വന്നു. സച്ചിൻ ദേവ് പറഞ്ഞു, ഈ വണ്ടി പട്ടം വരെ ഉള്ളൂ, ഇത് തമ്പാനൂർക്ക് പോകുന്നില്ല, ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇറങ്ങിപ്പോവാം, ഈ വണ്ടി ഇവിടെ വെച്ച് സർവീസ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ ആ സമയത്ത് 12 യാത്രക്കാരനായിരുന്നു. 12 പേര് ഊറി പോലെ ഇറങ്ങിപ്പോയി. ഞങ്ങളെ തമ്പാനൂർ കൊണ്ടുവന്ന് വിടണം, തമ്പാനൂർ പോകാതെ ഞങ്ങളാരും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയില്ല എന്ന് പറയാൻ ആർക്ക് ധൈര്യം വന്നില്ല. കാരണം ഒന്നാമത് മേയറാണ്, രണ്ടാമത് മേയറുടെ ഭർത്താവായിട്ടുള്ള MLA ആണ്, മൂന്നാമത് പോലീസാണ്. അപ്പോൾ ഏതായാലും തീരെ വിപ്ലവകാരികളായ, മാത്രമല്ല ഇവർ ചിലപ്പോൾ ഈ മാർക്സിസ്റ്റ് അനുഭാവികളും കൂടി ആയിരിക്കും. അവരെല്ലാവരും MLAയോടും മേയറോടും അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായിട്ട് പിരിഞ്ഞുപോയി. അപ്പോൾ ഇതേക്കുറിച്ച് സംഭ്രമജനകമായ പല വാർത്തകളും പിന്നീട് പത്രങ്ങളിൽ വന്നു. ആരെയും ഭർത്താവിനെയും അവമാനിക്കാനായിട്ട് ഈ എംപാനലുകാരൻ എന്ന് പറഞ്ഞ എഭ്യൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ആദ്യം വാർത്ത വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വിപ്ലവ വാഹനം KSRTC ബസ്സിന് വട്ടം വച്ചത് എന്ന കാര്യം പുറത്തു വന്നു. അപ്പോഴാണ് പ്രത്യേക ആക്ഷനുമായിട്ട് നമ്മുടെ മേയർ രംഗത്ത് വന്നത്. ഈ ആക്ഷൻ കണ്ടപ്പോൾ ഭയങ്കരമായ മനപ്രയാസമുണ്ടായി. അതിനെ തുടർന്ന് 354 വകുപ്പ് ചാർജ് ചെയ്തു. ദൈവാധീനം കൊണ്ട് ആരോപണം അവിടെ നിന്നു. ആ പെരുവഴിയിൽ വെച്ച് മേയറെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറ്റാരോപണം ഗുരുതരമായ. അതിനേക്കാൾ ഉപരി നീ ബാലുശ്ശേരി MLA അല്ലടാ ഡാഷേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സംഗതി കുടുക്കിപ്പോയനെ. അത് പറഞ്ഞ ആ രീതിയിലൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായിട്ടുള്ള എന്താണ് അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അത് പ്രകാരം ഈ എംപാനലുകാരൻ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയത്. അങ്ങനെ ഒരു പരാതി കൊടുക്കാനായിട്ട് സച്ചിൻ ദേവിന് ആ സമയത്ത് ബുദ്ധി ഉദിച്ചില്ല, അല്ലെങ്കിൽ അത്രയ്ക്കുള്ള വിവേകം ആ സമയത്ത് തോന്നിയില്ല. അത് പറഞ്ഞാൽ മതിയായിരുന്നു. വളരെ നിസ്സാരമായിട്ട് ഈ ഷാജൻസ്കറിയ പോയ പോലെ ആ എംപാനലുകാരൻ വല്ല പാതാളത്തിൽ പോയി വിളിക്കേണ്ടി വന്നത്. പിന്നെ സുപ്രീം കോടതിയിൽ പോയാൽ പോലും ജാമ്യം കിട്ടുകയില്ല. ഏതായാലും ആ രീതിയിലുള്ളൊരു ആരോപണം ഉണ്ടായില്ല. MLA മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ നീ ആരായില്ല എനിക്കെന്തരി എന്ന രീതിയിലാണ് ഈ ഡ്രൈവൻ മറുപടി പറഞ്ഞത്. അപ്പോൾ മേയർ വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അതും അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത്. ഈ ആക്ഷനൊക്കെ പോട്ടെ എന്ന് വെച്ചാൽ തിരുവനന്തപുരം മഹാറാണിയായ മേയർ അമ്മയെ കണ്ടിട്ട് വേറെ ഒരു എംപാനലുകാരനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു പോക്കണം കേട്ടുകൾ പിന്നെ വേറെ എന്തിന് അപ്പി എന്നുള്ളതാണ് അവരെ വിഷമിപ്പിച്ചത്. അതുകൊണ്ടാണ് അപ്പം തന്നെ പോലീസിനെ വിളിച്ചതും പോലീസ് വന്നതും യാത്രക്കാരെയൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതും ക്യാഷുകൾ ചാർജ് ചെയ്തതും. ഏതായാലും സംഗതി ചോറായി. ഇവിടുത്തെ സകലമാന ചാനലുകാരും കൂടി പാവം മേയറുടെ പുറത്ത് പൊതുയോഗം കൂടി. മീഡിയ 1 ഒരു വശത്ത് കൂടി, ജനം ചാനൽ മറുവശത്ത് കൂടി, ഏഷ്യാനെറ്റ് മൂന്നാമൊരു വശത്ത് കൂടി, മാതൃഭൂമിയും മലയാള മനോരമയും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പത്രത്തിലും ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആളുകൾ ചാമ്പോടി ചാമ്പ് എന്തരി ആകെ കുഴപ്പങ്ങൾ തന്നെ. അപ്പോൾ ഈ സൈബർ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, സൈബർ സഖാക്കൾ. അവരാകെ വിഷമിച്ചു പോയി. കാരണം ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി പാർട്ടി ഈ ധീര സഖാവിനെ കൈവിടുമോ എന്ന് ഭയപ്പെട്ടു. ആ സമയത്താണ് ഗോവിന്ദൻ മാഷിൻ്റെ രംഗപ്രവേശം. അദ്ദേഹം നമ്മുടെ സന്ദേശത്തിലെ കുമാരപിള്ള സാറിൻ്റെ റോളിൽ പ്രത്യക്ഷപ്പെട്ടു. സൈദ്ധാന്തിക വിശകലനം നടത്തി. പുള്ളി കണ്ണുകൊണ്ട് കണ്ട രീതിയിൽ പറഞ്ഞു, ഇത് ഡ്രൈവറുടെ ഭാഗത്താണ് അനൗചിത്യമുണ്ടായത്, അതുകൊണ്ട് നടപടിയെടുക്കണം, പോലീസ് കേസെടുക്കണം എന്ന് ഗോവിന്ദൻ മാഷ് താത്വികമായിട്ട് ചാതിര വടിവിൽ പറഞ്ഞപ്പോൾ സൈബർ സഖാക്കൾക്ക് പെട്ടെന്ന് വയാഗ്ര കഴിച്ച പോലെ വലിയ ഉത്തേജനം ഉണ്ടായി. ഉടനെ തന്നെ അവർ ചാടി വീണു. ഈ ആരെവിടെ ഈ ഡ്രൈവർ പണ്ടേ തല്ലിപ്പുള്ളിയാണ്, എല്ലാ ഡ്രൈവർമാരും തല്ലിപ്പുള്ളികളാണ്. KSRTCയിലെ സകല ഡ്രൈവർമാരും ആഭാസന്മാരാണ്. ഇവൻ പ്രത്യേകിച്ചും ആഭാസനാണ്. ഇവനെ ഉടനെ തന്നെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലണം എന്ന രീതിയിൽ അവർ രംഗത്ത് വന്നു.
അപ്പോൾ ഇപ്പോൾ ന്യായീകരണ തൊഴിലാളികൾക്ക് ഭയങ്കര കോളടിച്ചിരിക്കുകയാണ്. ക്യാപ്സൂൾ നിർമ്മാതാക്കൾ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ക്യാപ്സൂളുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എംപാനലുകാരൻ ഒറ്റ ദിവസം കൊണ്ട് വലിയ ഹീറോയി. തിരുവനന്തപുരത്ത് ഓരോ പൗരനും പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് എംപാനലുകാരൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നത്. എന്ന് മാത്രമല്ല, അവൻ സകല ചാനലിലും വന്ന് പയർ പോലെ നിന്നിട്ട് ഇതേ കത്തിക്കലാണ്. ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകുന്നു, ചാനലുകാർ ഇവൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുന്നു, പത്രങ്ങളിൽ ഇവൻ്റെ ഇൻ്റർവ്യൂ അച്ചടിച്ച് വരുന്നു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് യദു എന്ന് പേരുള്ള ഒരു എംപാനൽ ഡ്രൈവർ 710 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനാണ്. തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മളൊരു കാർ വിളിച്ച് പോവുകയാണെങ്കിൽ ഡ്രൈവർക്ക് 2500 രൂപ പിന്നെ ഭക്ഷണവും കൊടുക്കേണ്ടി വരും. ഒരു എംപാനലുകാരൻ ഈ സർക്കാർ വണ്ടി ആന വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ അവന് 710 രൂപയാണ് കിട്ടുന്നത്. 710 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു എംപാനലുകാരനെയാണ് ഈ മേദിനത്തിൻ്റെ തലേൻ്റെ അലൂസം നമ്മുടെ ധീരസഖാവ് മേയറമ്മയും അവരുടെ ഭർത്താവായ MLA സഖാവും കൂടിയിട്ട് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ച് കുഴപ്പത്തിലാക്കിയത്. പക്ഷേ ഇയാളെ എംപാനലുകാരനെ പിരിച്ചുവിടും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഗണേഷ് കുമാർ രേഖകൾ പരിശോധിച്ചിട്ട് നടപടികൾ എടുക്കൂ എന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാം ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരം ചക്രവർത്തിയുമായിട്ട് ഭരിക്കുന്ന കാലത്ത് ഒരു കാരണവശാലും ഒരു എംപാനലുകാരനെ ഇനി സർവീസിൽ വെച്ചുകൊണ്ടിരിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് പോരാ. അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് കഴുതപ്പുറത്ത് കയറ്റി തിരുവനന്തപുരത്ത് നിന്ന് പുറത്താക്കണം. ഇനി മേലിൽ തിരുവനന്തപുരം നഗരപരിധിയിൽ കാലെടുത്ത് ചവിട്ടാൻ പാടില്ല എന്ന രീതിയിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കണം. എന്നാൽ മാത്രമേ ഇതുപോലുള്ള അഹങ്കാരികളെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു മേയറെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയെന്ന് വെച്ചാൽ എന്തൊരു വലിയ മോശമാണെന്ന് ആലോചിച്ചു. മാത്രമല്ല ഇനി മേലിൽ PSC വഴിക്ക് എടുക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും അല്ല എംപാനൽ വഴി എടുക്കുന്നവരാണെങ്കിലും സ്ഥലത്തെ പ്രമുഖന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടായി കൊടുക്കും. അതുകൊണ്ട് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനായിട്ട് ആളുകളുടെ പേരും ഫോട്ടോയും കൂടി കൊടുക്കണം. അപ്പോൾ ആര്യ രാജേന്ദ്രൻ ആരാണ്, അനിൽകുമാർ ആരാണ്, പ്രസന്ന ഏണസ്റ്റ് ആരാണ് എന്നൊക്കെ ഈ എംപാനലുകാരായിട്ട് വരുന്ന അല്ലെങ്കിൽ PSC വഴിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി വരുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവരെ മനസ്സിലാകാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ പിണറായി വിജയനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസൊന്നും ഒരു പക്ഷേ KSRTCയിൽ കയറി പോകാൻ സാധ്യതയില്ല. വട്ടം വയ്ക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർ വരുമ്പോൾ നമ്മളൊക്കെ വഴിമാറി നിൽക്കുക ചെയ്യുക. പക്ഷേ സച്ചിൻ ദേവിനെ പോലെ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനെ പോലെ അല്ലെങ്കിൽ ജനീഷ് കുമാറിനെ പോലെ അതുമല്ല സ്വരാജിനെ പോലെയൊക്കെയുള്ള ധീര വിപ്ലവകാരികൾ വരുമ്പോൾ ചിലപ്പോൾ KSRTCക്കാർക്ക് മനസ്സിലായെന്ന് വരില്ല. പിന്നെ രാത്രി സമയമുള്ളൂ. ഇവനാണെങ്കിൽ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ ഓടിച്ച് ആകെ ക്ഷീണിച്ച് വശം കെട്ട് ചൂടത്ത് വെള്ളം കുടിക്കാൻ ദാഹിച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോഴാണ് മേയറാണ് അല്ലെങ്കിൽ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ലെവന്മാർ വരുന്നത്. അപ്പോൾ ഇത്രയല്ലേ പ്രതികരിക്കുള്ളൂ എന്നുള്ളതിലാണ് എനിക്ക് അത്ഭുതം അല്ലെങ്കിൽ അത്ഭുതങ്ങൾ. പക്ഷേ ഈ ആളുകളെ തിരിച്ചറിയാതെ പോകുന്നത് ശരിയല്ല. പഴയ കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളലിൽ കുഞ്ചൻ നമ്പ്യാർ സാറ് പറഞ്ഞ പോലെ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു മൂളിക്കുരങ്ങാണ് എംപാനലുകാരൻ എന്ന് വിചാരിച്ചാൽ നാട്ടിൽ പ്രഭുക്കളല്ല, അതിനേക്കാളൊക്കെ കൂടിയ ആൾക്കാരാണ്. ഇപ്പോൾ മാർസിസ്റ്റുകാരൊക്കെ പ്രഭുക്കൾ എന്ന് വിളിച്ചാൽ ശരിയാവില്ല, അതിനേക്കാളൊക്കെ കാശുള്ള ആൾക്കാരാണ്. കാശും ചക്രവും ഉള്ള ആളുകൾ. പത്മനാഭസ്വാമിയുടെ 10 ചക്രങ്ങൾ സ്വന്തമായി ഉള്ളവരാണ് ഈ സഖാക്കൾ. അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ തൊഴി വേണം. പണ്ട് ആകെ തിരുവനന്തപുരത്ത് നമുക്ക് പേടിക്കാനായിട്ട് ആകെ പൊന്നു തമ്പുരാൻ മാത്രമേ ഉണ്ടായിരുന്നു, ബാലരാമവർമ്മ മഹാരാജാവ്. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് മഹാരാജാക്കന്മാരുണ്ട്. അതിൽ പിണറായി മഹാരാജാവുണ്ട്, റിയാസ് മഹാരാജാവുണ്ട്, പിന്നെ ഷംസീർ മഹാരാജാവുണ്ട്, രാജേഷ് രാജാവുണ്ട്, പിന്നെ ആനാവൂർ സഖാവുണ്ട്, പിന്നെ കോലിയക്കോടുണ്ട്, ജോയ് സഖാവുണ്ട്, ആര്യെ പോലെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട രാജകുമാരിമാർ വേറെയുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണുമ്പോഴും നമ്മൾ തൊഴണം, നമ്മൾ മുണ്ടഴിച്ച് വാക്കൈ പൊത്തി അങ്ങനെ നിൽക്കണം. എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഇവരുടെ എഴുന്നള്ളത്തുകൾ വരുമ്പോൾ പത്മനാഭസ്വാമിയെ തൊഴാനാണ് പണ്ട് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളിയത്. ഇപ്പം അങ്ങനെയല്ല. ഇവരൊക്കെ പിണറായി സഖാവിനെ കാണാനായിട്ടും അല്ലെങ്കിൽ ഗോവിന്ദ സഖാവിനെ കാണാനായിട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള സാധാരണ പൗരന്മാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരെ കാണുമ്പോൾ രണ്ടാം മുണ്ടാഴ്ച അരയിൽ കെട്ടി വാക്കയ്യ പൊത്തി അങ്ങനെ നിന്ന് തൊഴണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ എംപാനലുകാരന് പറ്റും. ഭാഗ്യം അവൻ്റെ ഗുരുത്വ ദൈവാദിനം കൊണ്ടാണ് ബാലുശ്ശേരി MLA ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊരു പരാതി കൊടുക്കാതെ പോയത്. ഇത് ഇത്തവണ സഖാവ് മറന്നുപോയെന്ന് വെച്ചാൽ അടുത്തവണ പുള്ളി മറക്കുകയില്ല. അടുത്തവണ പുള്ളി ശ്രീനിജൻ്റെ ട്യൂഷൻ എടുത്തിട്ട്
ഇതേ പരിപാടി ചെയ്തില്ല. അപ്പോൾ ജാതി പേര് പറഞ്ഞ് അവമാനിച്ചു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പട്ടികജാതിക്കാരനല്ല പട്ടിയുടെ മോനെ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്ത സംഗതികൾ പെട്ടു. പിന്നെ സ്ത്രീ പീഡന നിയമം എന്ന് വെച്ചാൽ അതിഭയങ്കരമാണ്, സൂര്യപ്രകാശം കാണുകയില്ല. അതുകൊണ്ട് എംപാനലുകാരാണെങ്കിലും PSC വഴിക്ക് ജോലി കിട്ടിയവരാണെങ്കിലും KSRTCക്കാരാണെങ്കിലും വാട്ടർ അതോറിറ്റിക്കാരാണെങ്കിലും ആരാണെങ്കിലും സഖാക്കളെ മാനിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യോഗ്യന്മാരെ കാണുമ്പോൾ താണ് തൊഴാൻ മടിക്കരുത്. കാരണം ജനാധിപത്യമാണ്, രാജഭരണമല്ല. രാജഭരണകാലത്ത് ഒരു രാജാവിനെ പേടിക്കണം, ഇതങ്ങനെയല്ല. സകല ആളുകളെയും പേടിക്കണം, ബഹുമാനിക്കണം. ബഹുമാനമില്ലാതെ നടക്കുകയില്ല. ഇതിന് നമ്മൾ ജനാധിപത്യം എന്നാണ് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.